കോഴിക്കോട് വോട്ടെണ്ണൽ ദിനത്തിൽ കനത്ത ജാഗ്രതയിലാണ്. വലിയ സംഘർഷ സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത്. LDFും UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം അപ്രവചനാതീതമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് അവിടെ ചിത്രത്തിൽ പോലും കോൺഗ്രസ് ഇല്ലായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഥയാകെ മാറി. നേരിയ മാർജിനിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ UDFിനെ കൈവിട്ടത്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കയറിയടിച്ച UDFിന് മുൻപിൽ കോഴിക്കോട് ജില്ലയിലെ ചെങ്കോട്ടകൾ നിലം പതിച്ചു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF വിജയം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ സ്ട്രോങ് റൂം തുറന്ന സംഭവം വലിയ വിവാദമായിരുന്നു. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ UDF പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അട്ടിമറി ശ്രമങ്ങളില്ല എന്നും അസാധാരണമായി സ്ട്രോങ് റൂം തുറന്നതിനെ കാണാൻ സാധിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതോടെ UDF പരാതി തള്ളുകയായിരുന്നു. എന്നാൽ സ്ട്രോങ് റൂം തുറന്നതിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. വോട്ടെണ്ണൽ ദിനത്തിൽ ഇത് വലിയ സംഘർഷങ്ങൾക്ക് ഇട നൽകുമെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ജനക്കൂട്ടം തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനുമാണ് കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് കളക്ടർ അറിയിക്കുന്നുണ്ട്. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകാനിടയുള്ള ആഹ്ലാദ പ്രകടനങ്ങൾക്കും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. നിരോധനാജ്ഞ നിലവിലുള്ള സമയങ്ങളിൽ 5-ലധികം ആളുകൾ കൂട്ടം കൂടാനോ പരസ്യമായ പ്രതിഷേധങ്ങളോ ആഘോഷങ്ങളോ സംഘടിപ്പിക്കാനോ അനുവാദമുണ്ടാകില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ നിശ്ചിത പരിധിയിൽ അനധികൃതമായി ആരെയും പ്രവേശിപ്പിക്കില്ല എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിനും ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനും കർശന വിലക്കുണ്ട്. കോഴിക്കോട് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് UDFിനെയാണ്. ഇക്കുറി വലിയ വിജയം UDF കോഴിക്കോട് നേടുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിൽ നിന്ന് UDFിനെ വിലക്കി എന്ന് വേണമെങ്കിൽ ഈ നിരോധനാജ്ഞയെ വ്യാഖ്യാനിക്കാം. ക്രമസമാധാന ലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി സംയമനം പാലിക്കണമെന്നും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറയുന്നുമുണ്ട്. നേരത്തെ മുഴുവൻ VVPATകളും എണ്ണാമെന്ന് ഉറപ്പു നൽകാതെ കോഴിക്കോട് വോട്ടെണ്ണൽ നടത്തില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട് UDF. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് തെളിവുകൾ സഹിതം UDF പറയുന്നുണ്ട്. അതുകൊണ്ട് VVPATകൾ പൂർണ്ണമായും എണ്ണി തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് UDF പറയുന്നത്. അതിന് VVPATകൾ പൂർണ്ണമായും എണ്ണുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴിയെന്ന് UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ പേരാമ്പ്രയിലെ EVM സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ തടയുമെന്ന് UDF അറിയിച്ചിരിക്കുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങളിലെയും മുഴുവൻ VVPATകളും എണ്ണണമെന്നാണ് UDF നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് പേരാമ്പ്ര, കൊയിലാണ്ടി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ സമയത്ത് അസ്വാഭാവികത കണ്ടാൽ മുഴുവൻ VVPATകളും എണ്ണാൻ UDFിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ ആവശ്യപ്പെടുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച വെള്ളിമാട് കുന്ന് JDT ഇസ്ലാമിലെ പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മെറ്റീരിയൽ റൂം തുറന്നതും കൊയിലാണ്ടി മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ വലയത്തിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചതും ദുരൂഹമാണെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കളക്ടറുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും UDF പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. എന്തായാലും നിരോധനാജ്ഞയിലും നിയമം അനുവദിക്കുന്നത് പോലെ വിജയാഹ്ലാദ പ്രകടനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് UDF ക്യാമ്പ്.